സർവശക്തനായ ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ രാത്രിയിൽ നാം ഒന്നിച്ചായിരിക്കുന്ന ബഹുമാന്യരായ ദേവദാസന്മാർക്കും അതുപോലെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾക്കും സഹോദരീ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കൊച്ചുമക്കൾ എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ ചിന്തിച്ചത് ദേഹിയുടെ രക്ഷയെക്കുറിച്ചാണ്. ദേഹി രക്ഷ എങ്ങനെയാണ് നടക്കുന്നത്, അത് പ്രായോഗികമായി എങ്ങനെ അനുഭവിക്കുവാൻ കഴിയും, അത് എവിടെ വെച്ച് നടക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. തുടർന്ന് ആ വിഷയം തന്നെ നമുക്ക് ചിന്തിച്ച് മുമ്പോട്ട് പോകാം. ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ സാത്താൻ്റെയും സൈന്യങ്ങളുടെയും പ്രവർത്തനമെന്ന് പറയുന്നത് രണ്ട് വാചകത്തിൽ അല്ലെങ്കിൽ രണ്ട് വിഷയത്തിൽ ഒതുക്കിയാൽ, ഒന്നാമത്തേത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്ന സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടാതിരിക്കുവാൻ ലോകത്തിലുള്ള ആളുകളെ മുഴുവൻ സാത്താൻ കൈകാര്യം ചെയ്ത് രക്ഷയെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ പ്രവർത്തനം ഉണ്ട് എന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പാപി രക്ഷിക്കപ്പെടാതിരിക്കുക. അതിനെന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തിരിക്കും. വളരെ താല്പര്യത്തോടെ ഒരു യോഗത്തിന് പോകണമെന്ന് വിചാരിച്ചാൽ എത്ര പരിശ്രമിച്ചാലും പോകാൻ കഴിയാത്തവണ്ണമുള്ള സാഹചര്യങ്ങൾ എങ്ങനെ വന്നു, ആര് കൊണ്ടുവന്നു എന്നൊന്നും നമുക്ക് നല്ലവണ്ണം അറിയാമെങ്കിലും പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത നാം അംഗീകരിക്കും. ഇനി ഒരാൾ അങ്ങനെ ഒരു യോഗത്തിൽ ചെന്നാൽ അവിടെ പറയുന്ന ദൈവവചനം കേൾക്കാതെയും കേട്ടാൽ ഗ്രഹിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവൻ്റെ ഹൃദയ മനസ്സാക്ഷികളെ കലക്കിക്കൊണ്ട് ഈ വിഷയത്തോടുള്ള ഏകാഗ്രത ഇല്ലാതെ മറ്റ് വിഷയങ്ങളിലെ പാറി നടക്കുന്ന ഒരവസ്ഥയിലാക്കും. അപ്പം അതുകൊണ്ട് അവൻ വന്നിട്ടും പ്രയോജനമില്ല. വിതക്കാരൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പക്ഷികൾ വന്ന് അത് കൊത്തിത്തിന്നു. അതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടിയില്ല. മറ്റ് ചിലത് ഏറെ മണ്ണില്ലാത്ത പാറ പറ്റുള്ള സ്ഥലത്ത് വീണു. അത് പെട്ടെന്ന് മുളച്ചു വളർന്നു വന്നെങ്കിലും വേറെ ആഴത്തിലേക്ക് പോകാൻ കഴിയാതെ വണ്ണം, വെള്ളം കിട്ടാതെ വണ്ണം ഉള്ള സ്ഥലത്തായതുകൊണ്ട് പെട്ടെന്ന് അത് വാടിക്കരിഞ്ഞുപോയി. അതുകൊണ്ടും പ്രയോജനം കിട്ടിയില്ല. അടുത്തത് മുള്ളിനിടയിൽ വീണ വിത്തുകളാണ്. അത് മുളച്ചു വന്നു. പക്ഷേ അതിൻ്റെ മുകളിലെ മുൾപ്പടർപ്പ് കയറി കിടക്കുന്നത് കൊണ്ട്, വള്ളിത്തലകൾ പടർന്ന് കിടക്കുന്നത് കൊണ്ട് ഇത് വളരാനോ അത് പുഷ്ടി പ്രാപിക്കാനോ കഴിയാതെ വണ്ണം അവിടെ ആയിരുന്ന് അത് മെല്ലെ ശോഷിച്ച് അതും അങ്ങ് തീർന്നുപോയി. ഇതുകൊണ്ടും പ്രയോജനം ഉണ്ടായില്ല. കർത്താവായിരിക്കുന്ന യേശു പറഞ്ഞ വിതക്കാരൻ്റെ ഉപമയാണല്ലോ തിരുവെഴുത്തുകളെ കേൾക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആളുകളുടെ അനുഭവത്തെക്കുറിച്ചായി പറഞ്ഞു വന്നത്. അവസാനം നാലാമത്തെ നല്ല നിലത്ത് വീണ വിത്തുകൾ. അപ്പോൾ 4-1 മാത്രമേ പ്രയോജനപ്പെട്ടുള്ളൂ. 4-3 പ്രയോജനപ്പെട്ടില്ല. ഇനി
നല്ല നിലത്ത് വീണ വിത്ത് മുളച്ച് ഫലം കൊടുത്തപ്പോൾ അത് 3 തരത്തിലായിപ്പോയി. നല്ല നിലത്തിലാണ് വീണത്, ഒരുമിച്ചാണ് വീണത്, ഒരുമിച്ചാണ് വളർന്നത്. എന്നാൽ പോലും ഫലം കൊടുത്തപ്പോൾ 3 തരത്തിലുള്ള വൈരുദ്ധ്യം. 30 മേനി ഫലം കൊടുത്തവരുണ്ട്, 60 മേനി ഫലം കൊടുത്തവരുണ്ട്, 100 മേനി ഫലം കൊടുത്തവരുണ്ട്. നിശ്ചയമായും നിലത്തിൻ്റെ ഉടമസ്ഥനും വിത്തിൻ്റെ ഉടമസ്ഥനും നല്ല നിലത്ത് വീണ വിത്തായിരിക്കാൻ തക്കവണ്ണം ആകുവാനും അത് 30, 60 മേനിയല്ല 100 മേനി ഫലം കൊടുപ്പാനും തക്കവണ്ണം ആഗ്രഹത്തോടെ ആയിരിക്കുന്നത്. ഇത് കർത്താവായിരിക്കുന്ന യേശു തന്നെ പറഞ്ഞത്. ഇത് ഞാൻ ആ പറഞ്ഞ ഉദാഹരണത്തോടൊക്കുന്നു. ഒരു പാപി രക്ഷിക്കപ്പെടാതിരിക്കുവാൻ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഏതെല്ലാം വിധത്തിൽ തടയാൻ കഴിയുമോ ആ വിധത്തിലെല്ലാം അവൻ തടഞ്ഞ് ആ വിധത്തിലാക്കി തീർക്കും. ഇനി രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ചു വരുന്ന ദൈവമക്കൾ എന്ന് പറയുന്നവര് ഇനി അടുത്ത പടി വളരാതെ, അടുത്ത ഘട്ടത്തിലാകാതെ അവരുടെ ക്രിസ്തീയ ജീവിതത്തെ തകർത്തുകൊണ്ട് ആത്യന്തിക ലക്ഷ്യം പ്രാപിക്കാതിരിക്കത്തക്കവണ്ണം അവരെ ആക്കി തീർക്കും. എന്ന് പറഞ്ഞാൽ ആത്മരക്ഷ പ്രാപിച്ചവരായിരിക്കും, രക്ഷിക്കപ്പെട്ടവരായിരിക്കും. പക്ഷേ രക്ഷിക്കപ്പെടുന്നവർ മുഴുവൻ യേശുവിൻ്റെ ശിഷ്യന്മാരാകണമെന്നും ശിഷ്യന്മാരായി വരുന്നവർ മുഴുവൻ അവൻ അരുളി ചെയ്ത എല്ലാ കൽപ്പനകളെയും ഈ ലോകത്തിൽ വെച്ച് അനുസരിച്ച് ജീവിക്കുന്നവരായി വളർന്നു വരണമെന്നും അവസാനം കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി വിവാഹ നിശ്ചയം ചെയ്യണമെന്നും വീണ്ടും വിവാഹം നടന്ന് കാന്തയാകണമെന്നും അവസാനം രാജ്ഞിയായി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് കൂടെ സ്വർഗം വിട്ട ഈ ലോകത്തിലേക്ക് വന്ന് യേശു തമ്പുരാൻ 1000 കൊല്ലം ഈ ലോകം ഭരിക്കുമ്പോൾ അവൻ്റെ വലഭാഗെ രാജാവ് ഇരുന്ന് ഭരിക്കുമ്പോൾ രാജാവിൻ്റെ വലഭാഗെ രാജ്ഞിയായിരുന്ന് ആ ഭരണത്തിൽ പങ്കാളികളായി തീരണം എന്നുമുള്ളതാണ് ദൈവം രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് അത് കുഴപ്പിച്ചാൽ ഈ അനുഭവത്തിലേക്ക് മാറാതിരിക്കാൻ പറ്റും. ആദ്യം കൃപയാൽ രക്ഷിക്കപ്പെട്ട ആ അനുഭവത്തിലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്, മരിച്ചാലും മറക്കരുത്. സുവിശേഷം കേട്ട ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് നരകശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് വരാതിരിക്കുവാൻ ഏതെല്ലാം തരത്തിൽ പരിശ്രമിക്കാൻ സാത്താന് കഴിയുമോ അത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാലും ദൈവത്തിൻ്റെ കരുണയാലും ദൈവത്തിൻ്റെ മുന്നറിവിനാലും മുൻ നിയമനത്താലും ഒക്കെ ഒരുപിടി ആളുകൾ രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായിട്ട് സഭയ്ക്കകത്തു വന്നാൽ അടുത്ത പടികളിലേക്ക് കടന്നു പോയി ആത്യന്തികമായ ലക്ഷ്യപ്രാപ്തിയിൽ എത്താതെ വണ്ണം അവനെ തടയുന്ന തടച്ചിൽ മറ്റതിനേക്കാൾ ഗൗരവമാണ്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മരക്ഷ പ്രാപിച്ചവരായ ആളുകളോടാണ്. നമ്മൾ വചനം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്നോടും നിങ്ങളോടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മരക്ഷ പ്രാപിച്ചവരോടാണ്. എന്നാൽ ഇവിടെയാണ് ദേഹിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ഇനി ഏത് ഘടകമാണ് രക്ഷിക്കപ്പെടേണ്ടത്? ദേഹിയാണ്. ആ ദേഹി രക്ഷിക്കപ്പെടുന്നത് ആത്മാവ് രക്ഷിക്കപ്പെട്ടതുപോലെ ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു പ്രത്യേക സന്ദർഭത്തിലോ അല്ല. പിന്നെയോ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ മരിക്കുന്ന അന്ന് വരെയുള്ള കാലഘട്ടം കൊണ്ട് മുഴുവൻ ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദേഹി രക്ഷിക്കപ്പെട്ടു വരുവാൻ ഉത്സാഹിക്കേണ്ട ഒരു കാരണം, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഇനി എത്ര നാൾ ജീവിക്കുമെന്ന് അവൻ അറിയില്ല. അവൻ്റെ ആയുസ് എത്രയെന്ന് അവൻ അറിയില്ല. എപ്പോൾ വേണമെങ്കിലും മരിച്ചു മാറ്റപ്പെടാം. മരണത്തിനായിട്ട് എല്ലാ മനുഷ്യനും ഒരുങ്ങേണ്ടതാണ്. ദൈവമക്കൾ കൂടുതലായിട്ട് ഒരുങ്ങേണ്ടതാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവനോടിരിക്കുന്ന കാലം നമ്മെ സംബന്ധിച്ചിടത്തോളം ചുരുക്കമാണ് എന്ന് ദൈവം തൻ്റെ പദ്ധതിയിൽ കരുതി വച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന കാലയളവ് നമുക്ക് ഈ ലോകത്തിൽ ദേഹീരക്ഷയിലായിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അത് ത്വരിതപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ദേഹീരക്ഷയുടെ സ്പീഡ് കൂട്ടേണ്ടത് വളരെ ആവശ്യമാണ്. മനഃപൂർവമായിട്ട് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ അതേ സഹോദരൻ പറഞ്ഞു 100 വയസ്സ് വരെ ജീവിച്ചിരുന്നും മരിച്ചാൽ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം എത്ര രൂപ കിട്ടുന്ന 20,000 രൂപ കിട്ടും എന്ന്. ചില്ലറ കാര്യമാണോ? അപ്പോൾ അതുകൊണ്ട് നമ്മളത് പറഞ്ഞ് ചിരിച്ചു. 100 വയസ്സ് വരെ ജീവിച്ചിരുന്നേ പറ്റുള്ളൂ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് അത് കിട്ടാൻ.
100 വയസ്സായി കഴിഞ്ഞാൽ എത്രയും വേഗം മരിക്കും, അതാ നല്ലത് അത് കിട്ടാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് ചിരിച്ചു. അപ്പം ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ദേഹീയ രക്ഷയുടെ നമ്മുടെ ആയുസ്സിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട്, നമ്മുടെ ആയുസ് എന്ന് തീരും, മരണമെന്ന് സംഭവിക്കുമെന്ന് അറിയാൻ മേലാത്തത് കൊണ്ട് ദേഹീയ രക്ഷയുടെ കാര്യത്തിൽ നമ്മൾ മനഃപൂർവമായി സ്പീഡ് കൂട്ടണമെന്നായി പറഞ്ഞത്. ത്രികാല രക്ഷ, ഭൂതകാല രക്ഷ, അതാണ് ആത്മരക്ഷ. വർത്തമാനകാല രക്ഷ, അതാണ് ദേഹീയ രക്ഷ. ഭൂതകാല രക്ഷ, അതാണ് ശരീരത്തിൻ്റെ രക്ഷ. 2 രക്ഷ മാത്രമേ നമുക്കിവിടെ വെച്ച് ക്രമീകരിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് ആത്മരക്ഷയും മറ്റൊന്ന് ദേഹീയ രക്ഷയും. ദേഹരക്ഷ നമ്മുടെ പിടിയിൽ നിൽക്കുന്നതല്ല. അത് ആദാം മുതൽ സ്നാപക യോഹന്നാൻ വരെയുള്ള കഴിഞ്ഞകാല വിശുദ്ധന്മാരുടെ സമൂഹത്തിനും, കർത്താവിൻ്റെ കാലഘട്ടത്തിലുള്ള വിശുദ്ധന്മാരുടെ സമൂഹത്തിനും, പെന്തക്കോസ്ത് മുതൽ യേശുവിൻ്റെ മധ്യാകാശ വരവ് വരെയുള്ള കൃപായുഗത്തിൽ ജീവിക്കുന്നവരുടെയും എല്ലാം വിശുദ്ധന്മാരുടെയും ആബാലവൃദ്ധം ആഗോള വ്യാപകമായ വിശുദ്ധന്മാരുടെ ശരീരരക്ഷ യേശുവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ ഒരുമിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ കൺട്രോളിൽ കിടക്കുന്ന കാര്യമല്ല. ആദാം രക്ഷിക്കപ്പെട്ടവനാണ് അന്നത്തെ വ്യവസ്ഥിതിയിൽ. അബ്രഹാം രക്ഷിക്കപ്പെട്ടവനാണ്. ഇസ്രായേൽ രക്ഷിക്കപ്പെട്ടവരുണ്ട്. നമ്മുടെ ഈ രക്ഷയല്ല, ന്യായപ്രമാണ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും രക്ഷിക്കപ്പെട്ടവരുണ്ട്. അവരെല്ലാം ആ കാലഘട്ടത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം രക്ഷിക്കപ്പെട്ടവരും ദൈവഭാഗത്ത് വന്നിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് ആദാം മുതൽ സ്നാപക യോഹന്നാൻ എന്ന് വരെ പറഞ്ഞത്. യുഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിഷ്പാപ യുഗം, പിന്നെ മനസാക്ഷി യുഗം, വാഗ്ദത്ത യുഗം, പിന്നെ മാനുഷിക ഭരണയുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം. നമ്മളിപ്പോൾ ഈ കൃപായുഗത്തിലാണ് നിൽക്കുന്നത്. അപ്പം കൃപായുഗത്തിന് പുറകോട്ടുള്ള യുഗങ്ങളിലെല്ലാം യുഗപരമായ രക്ഷ ദൈവ വ്യവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൃപാകാലം തീർന്നാലും ഇനി വരാൻ പോകുന്ന സഹസ്രാബ്ദ യുഗം, സമ്പൂർണ്ണ യുഗം എന്നീ യുഗത്തിലും രക്ഷ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള യുഗങ്ങളുടെ നടുവിൽ പെന്തക്കോസ്ത് മുതൽ കർത്താവിൻ്റെ മധ്യാകാശ വരവ് വരെയുള്ള സഭായുഗം എന്ന പേരിൽ അറിയപ്പെടുന്ന യുഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ യുഗത്തിലായിരിക്കുകയാണ്. ഈ യുഗം കഴിഞ്ഞാലും രക്ഷ വളർന്നുകൊണ്ട് ഇരിക്കുന്നു. ഈ യുഗത്തിന് മുമ്പുള്ളവരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ രക്ഷിക്കപ്പെട്ടവർ മുഴുവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ രക്ഷയിലേക്ക് വരിക. അതിന് ഒരുപിടി സമയമൊന്നും വേണ്ട. നമുക്കറിയാം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവര് മരിക്കാതെ രൂപാന്തരപ്പെടും. മരിക്കാതെ ആ നിമിഷം രൂപാന്തരപ്പെടുന്നവരും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നവരും ഒരേ തേജസ്സിലായിരിക്കും. അങ്ങനെ നാം മാറ്റപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദേഹീയ രക്ഷയുടെ പ്രാധാന്യതയെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആദ്യത്തെ സാത്താൻ്റെ പ്രവർത്തന ഫലമായി രക്ഷിക്കപ്പെടാതെ പോയെന്ന് വിചാരിക്കുക. ഇവരെവിടെ പോകും? ഈ രക്ഷിക്കപ്പെടാത്തവരെല്ലാം എവിടെയാ പോകുന്നത്? ലോകത്തിൽ രക്ഷിക്കപ്പെടാത്തവർ എവിടെ പോകും? അവസാനമായിട്ട് നിത്യാഗ്നിയിൽ, നിത്യനരകത്തിൽ പോകും. ഇപ്പോ മരിക്കുന്നവരൊക്കെ എങ്ങോട്ട് പോകും? രക്ഷിക്കപ്പെടാതെ മരിക്കുന്നവരൊക്കെ ആ ധനവാൻ കിടക്കുന്ന പാതാളത്തിലേക്ക് പോകും. ഇപ്പോൾ രക്ഷിക്കപ്പെടുന്നവരൊക്കെ മരിച്ചാൽ എങ്ങോട്ട് പോകും? ലാസർ ആയിരിക്കുന്ന പർദീസായിലേക്ക് പോകും. അബ്രഹാം ആയിരിക്കുന്ന പർദീസായിലേക്ക് പോകും. അന്തിമ ന്യായവിധി കഴിഞ്ഞിട്ട് ഈ പാതാളത്തിൽ കിടക്കുന്നവരെ എന്ത് ചെയ്യും? നിത്യനരകത്തിലേക്ക് മാറ്റും. ഈ പർദീസായിലിരിക്കുന്നവരെ എന്ത് ചെയ്യും? നിത്യമായ സ്വർഗത്തിലേക്ക് മാറ്റും. എന്നാൽ പാതാളത്തിൽ കിടക്കുന്നവനെ എന്തെങ്കിലും ചെയ്ത് പർദീസായിലാക്കാനോ, പർദീസായിലായിരിക്കുന്നവനെ എന്തെങ്കിലും ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരുവാനോ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. കഴിയുമോ? ഒരിക്കലും കഴിയത്തില്ല. അത് കർത്താവ് ഈ ലോകത്തിൽ വന്ന് മരണം, മരണാനന്തര സംഭവങ്ങൾ, ആത്മാക്കളുടെ അവസ്ഥകൾ ഇപ്പോൾ എവിടെയായിരിക്കുന്നു, ഇനി എന്താകും എന്നുള്ളതിനെ സംബന്ധിച്ച് സവിസ്തരമായി കർത്താവ് തന്നെ സംസാരിച്ചതാണ്. അതുകൊണ്ട് ദേഹീയ രക്ഷയുടെ
രണ്ടാമത് ഞാൻ ചോദിക്കട്ടെ, ദേഹി രക്ഷിക്കപ്പെടാത്തവരെവിടെ പോകും? അവരാത്മരക്ഷ പ്രാപിച്ചവരല്ലേ? എവിടേക്ക് പോകും? ഈ അവർക്കെന്നാ? മറ്റവരെല്ലാം നരകത്തിലേക്ക് പോയി. ക്രിസ്തുവേശ്വരുള്ളവർക്ക് ഇപ്പം ശിക്ഷാവിധി ഇല്ല. ദേഹി രക്ഷ പ്രാപിക്കാത്തവര് എന്ത് ചെയ്യും? ഇവരുടെ നഷ്ടം എന്ത്? മറ്റവർ നരകത്തിൽ പോയി, ഇവർ നരകത്തിൽ പോവോ? നിത്യനരകത്തിൽ പോകത്തില്ല. അപ്പോ ഇവർക്ക് എന്താ ഈ നഷ്ടം വരിക? നഷ്ടം വരുന്നത് പ്രതിഫലത്തിൻ്റെ ന്യായവിധിയിൽ പ്രതിഫലങ്ങൾ കിട്ടാതെ പോകുന്നു. പ്രതിഫലങ്ങൾ കിട്ടാതെ പോകുന്നു. അത് നമ്മൾ വേറൊരു വിധത്തിൽ പഠിച്ചിട്ടുണ്ട്. പ്രതിഫലത്തിൻ്റെ ന്യായാസനത്തെങ്കിൽ പ്രതിഫലങ്ങൾ കിട്ടാതെ പോകുന്നു. പ്രതിഫലം കിട്ടാത്തത് കൊണ്ട് അവര് കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ കാന്തയായിട്ട് വരാതെ പോകുന്നു. കാന്തയായിട്ട് വരാതെ പോകുന്നത് കൊണ്ട് രാജ്ഞി പദത്തിൽ നിന്ന് അവർ തള്ളപ്പെടുന്നു, അല്ലേ? അവർ തള്ളപ്പെടുന്നു. രാജാവും രാജ്ഞിയും, കാന്തനും കാന്തയും, മണവാളനും മണവാട്ടിയും, അത് മറിച്ചാ പറയേണ്ടത്. മണവാളനും മണവാട്ടിയും, പിന്നെ കാന്തനും കാന്തയും, പിന്നെ രാജാവ് രാജ്ഞിയും കൂടി ഈ ലോകത്തിലേക്ക് ഇതിനെ ഭരിക്കാനായിട്ട് 1000 കൊല്ലം സിംഹാസനം സ്ഥാപിച്ച് ഭരിക്കാനായിട്ട് വരുമ്പോൾ ദേഹീരക്ഷ പ്രാപിക്കാത്തവര് ഈ കൂടെയുണ്ടോ? ഇല്ല. അവർക്ക് നഷ്ടപ്പെടുവാൻ പോകുന്ന അവസ്ഥകൾ 1000 കൊല്ലം ഈ ലോകത്തിൽ ആക്ഷരിക ദൈവരാജ്യം സ്ഥാപിച്ച് കർത്താവ് ഭരിക്കുമ്പോൾ ഇവരാ രാജ്യത്തിന് പുറത്താ. ഇവരെ ഈ രാജ്യത്തിന് പുറത്താ. ഇവര് മറ്റെവിടെയോ ഉണ്ട്. ഇതാണ് നഷ്ടമെന്ന് പറയുന്നത്. അതൊരു ഭയങ്കര നഷ്ടമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഗ്രാഹ്യം വളരെ ചുരുക്കമാണ്. ഇത് മനസ്സിലാക്കാനും അല്പം ബുദ്ധിമുട്ടാണ്. ഇത് പറഞ്ഞൊന്ന് ഫലിപ്പിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതങ്ങ് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രതിഫലത്തിൻ്റെ ന്യായാസനം മുതലുള്ള കാര്യമാണ് ദേഹിരക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. അതാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്തിനാ? നമ്മുടെ ജീവിതത്തെ ഗൗരവത്തോടെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട്. തുടർന്ന് 1 പത്രോസ് 1:7 മുതലുള്ള 2 വാക്യം വായിച്ച് കേൾപ്പിക്കാം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ, പൊന്നിന്റെ സവിശേഷത എന്നാ അവിടെ പറഞ്ഞേക്കുന്നേ? ഈ പൊന്ന് ഈ പൊന്ന് അഴിഞ്ഞു പോകുന്നതാണ്, പിന്നെ തീയിൽ ശോധന കഴിക്കുന്നതുമാണ്. ആ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന്. അപ്പോ അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന ചെയ്യുന്നതുമായ ആ പൊന്നിനേക്കാൾ വലുതാണ് ദൈവമക്കളുടെ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നു. 1 പത്രോസ് 1:18-19 നമുക്ക് കാണാപ്പാടം അറിയാം. വ്യർത്ഥവും പിതൃ പാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. പൊന്നും വെള്ളിയും വിലയേറിയതാ. ലോകത്തിൽ ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പൊന്നും വെള്ളിയുടെയും കാര്യം അവിടെ പറയുന്നുണ്ട് മറുവിലയായിട്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന് എത്ര വെള്ളിക്കാശ് വില നിശ്ചയിച്ചത്? 30 വെള്ളിക്കാശ് അല്ലേ? ആ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു അവസ്ഥയിൽ മനസ്സിലാക്കണം. ആ വ്യവസ്ഥിതിയിലാണ് പത്രോസ് പറഞ്ഞത്, വ്യർത്ഥമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന്, പിതൃപാരമ്പര്യമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നത് ന്യായപ്രമാണത്തിൽ പറയുന്ന പൊന്നും വെള്ളിയും കൊണ്ടുമല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില ഈ ലോകത്തിലുള്ള പൊന്നിനേക്കാളും വെള്ളിയേക്കാളും ആകുന്നു എന്നുള്ള പരമയാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. ആ പശ്ചാത്തലത്തിൽ അത് 1 പത്രോസ് 1:18-19 പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഇവിടെ അതിനു മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അതെന്താണ്? അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ ദൈവമക്കളെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന്. എന്നാ മനസ്സിലാക്കുന്നേ? ഇപ്പോഴല്ല, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും.
അപ്പോൾ ഇതെവിടെ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്? കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ അവനോട് കൂടെ ആകുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ പരിശോധിച്ച് ശോധന ചെയ്ത് അതിൽ തെളിഞ്ഞു വന്നവരായിരിക്കുന്ന ആളുകളുടെ കണ്ണുനീരും കൈപ്പേറിയതുമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് വർണ്ണിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ആശ്വാസം പ്രാപിക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. അന്നത് തേജസ്സിനായിട്ടും അന്നത് മാനത്തിനായിട്ടും അന്നത് പുകഴ്ചയ്ക്കായിട്ടും തീരും എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് ഈ ലോകത്ത് പറയുന്നത് നമ്മുടെ ദേഹീയ രക്ഷയോടുള്ളതായിരിക്കുന്ന ബന്ധത്തിലാണ്. വിശ്വാസത്തിൻ്റെ പരിശോധന, ഈ വിശ്വാസത്തിൻ്റെ പരിശോധന സാത്താൻ കൊണ്ടുവരുന്നതാണെന്നും അത് ശാപാർഹമാണെന്നും അതുകൊണ്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നും ആധുനിക ദൈവശാസ്ത്രം പ്രോസ്പെരിറ്റി തിയോളജിയും ഫെയ്ത്ത് തിയോളജിയും പഠിപ്പിക്കുമ്പോൾ അത് ദുരുപദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. അതുകൊണ്ട് താഴോട്ട് അടുത്തൊരു വാക്യയുടെ വായിക്കട്ടെ. അങ്ങനെ അവനെ നിങ്ങൾ കണ്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. യേശുവിനെ കണ്ടിട്ടാണോ നമ്മൾ സ്നേഹിക്കുന്നത്? അന്ന് തോമസിനോട് പറഞ്ഞു, എടാ നീ എന്നെ കണ്ടിട്ടാണല്ലോ വിശ്വസിച്ചത് അല്ലേ, ഈ മുറിപ്പാടുകളൊക്കെ കണ്ടിട്ടാണല്ലോ വിശ്വസിച്ചത്. പക്ഷെ ഇവരോ എന്നെ കാണാതെ തന്നെ വിശ്വസിച്ചു. കണ്ട് വിശ്വസിക്കുന്നവരെക്കാൾ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നോക്കിക്കേ, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. അപ്പോൾ കാണാതെ യേശുവിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഭാഗ്യ പദവി എത്ര വലിയതാ! നിശ്ചയമായിട്ടും അത് വലിയതാ. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും, അപ്പോൾ നമ്മൾ ആദ്യം പ്രാപിച്ചത് എന്താ? ആത്മരക്ഷയാ. എന്നാൽ ഈ വിശ്വാസത്തിൻ്റെ അന്ത്യത്തിൽ പ്രാപിക്കേണ്ട ഒരു ആത്മരക്ഷയുണ്ട്, വിശ്വാസത്തിൻ്റെ ആരംഭത്തിൽ പ്രാപിക്കേണ്ട ഒരു ആത്മരക്ഷയുണ്ട്. അതാണ് നമ്മൾ പ്രാപിച്ചത്. ഇനി നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അന്ത്യത്തിൽ പ്രാപിച്ച് തീർക്കേണ്ട ഒരാത്മരക്ഷയുണ്ട്. അതല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അന്തമായ ഒരു ആത്മരക്ഷയുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, രക്ഷയുണ്ട്, രക്ഷ പൂർത്തിയുണ്ട്. പരിജ്ഞാനമുണ്ട്, പരിജ്ഞാന പൂർത്തിയുണ്ട്. വാഗ്ദത്തമുണ്ട്, വാഗ്ദത്ത പൂർത്തി അല്ലെങ്കിൽ നിവൃത്തിയുണ്ട്. ഇങ്ങനെ ഒരുപിടി വിഷയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാം അതിൽ തികയ്ക്കണം. കൊരിന്ത്യ ലേഖനം 7 പറഞ്ഞല്ലോ, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ ആത്മാവിലെയും ജഡത്തിലെയും കന്മഷങ്ങൾ നീക്കി ദൈവഭയത്തിൽ നിങ്ങൾ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. വിശുദ്ധിയെ തികച്ചുകൊള്ളണം. ഇതാ ഈ ഗ്ലാസ്സിൽ എനിക്ക് കുടിക്കുവാൻ കടിഞ്ചായ ഏകദേശം 3/4 ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ് തികച്ചു തന്നിട്ടുണ്ടോ എന്ന് നോക്കി. ഗ്ലാസ് തികച്ച് ചായ ഉണ്ടോ? നിങ്ങൾക്ക് അളവ് പറയാൻ കഴിയുമല്ലോ. ഇപ്പം എന്തോരം ഉള്ളൂ ഇത്? 3/4 ഗ്ലാസ്. ഇതിന് അളവ് എങ്ങനെ പറയാൻ കഴിയും? 1/4 ഗ്ലാസ്, അര ഗ്ലാസ്, 3/4 ഗ്ലാസ്, 1 ഗ്ലാസ് ഇല്ലേ? തികഞ്ഞ് വരുന്നത് എന്ന് പറയുന്ന പോലെ വിശുദ്ധ ജീവിതത്തെ തികയ്ക്കണമെന്നാ പറഞ്ഞത്. ഒരു തൊള്ളി ഇതിനകത്തുള്ളെങ്കിലും ഗ്ലാസ്സിൽ എന്തുണ്ടെന്ന് പറയാം? ചായ ഉണ്ടെന്ന് പറയാം. ഒരു അമണസായാലോ, 1/4 ഭാഗമായാലും ഇതിനകത്ത് എന്തുണ്ട്? അരിയായാലോ, 3/4 നിറച്ചായാലോ, എല്ലാത്തിനും ഉണ്ട് ചായ ഉണ്ടെന്നാ പറയണത്. പ്രബന്ധം നമ്മൾ പറയുന്നില്ലേ, 1000 മുഴം അളന്നു, വെള്ളം എവിടം വരെയായി? നരിയാണിയോളം. പിന്നെ 1000 മുഴം അളന്നു, അതെവിടെയായി? മുട്ടോളം. പിന്നെ 1000 അളന്നു, അപ്പൊ അരയോളം. പിന്നെ അളക്കാൻ നോക്കിയിട്ട് എന്ത് സംഭവിച്ചു? നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാതെ വണ്ണം തലയ്ക്ക് മുകളിൽ വെള്ളമായി അല്ലേ? അത് പരിശുദ്ധാത്മാവിന്റെ അളവായിട്ടാ പാട്ടും ഒക്കെ. ഒരർത്ഥത്തിൽ അത് ശരിയാ. അത് പരിശുദ്ധാത്മാവ് മാത്രമല്ല, സകല വിഷയത്തിലും അതങ്ങനെയാണ്. ദൈവജീവൻ എന്നതിന് വ്യാഖ്യാനമുണ്ട്. ദൈവജീവന്റെ നിറവ്, അതുപോലെ കൃപയുടെ നിറവ്, ആത്മാവിന്റെ നിറവ്, എന്തെല്ലാം നിറവുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആ ജീവജല നദിയോട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇതുണ്ട്, രക്ഷിക്കപ്പെട്ടു ദൈവ പൈതല, കൃപയുണ്ട്, ആത്മാവുണ്ട്, വചനമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഭാഗികമായിട്ട് അത് ശരി, ആരും നുണ പറയുന്നില്ല. പക്ഷെ ദൈവം പ്രതീക്ഷിക്കുന്നത് മുഴുവൻ പൂർത്തീകരണത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആരംഭമായ
ആത്മരക്ഷയുണ്ട്. അത് നമ്മൾ പ്രാപിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദേഹിരക്ഷ പ്രാപിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വരുവാനുള്ള ലോകത്തിൽ ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന പ്രതിഫലം മുഴുവൻ ഈ ലോകത്തിലെ ജീവിതവും അവൻ്റെ വിശ്വാസവും അനുസരിച്ച പ്രതിഫലം. അന്ന് പ്രതിഫലം പ്രാപിക്കുന്നത് ഏതിൻ്റെ ബാക്കിയായിട്ടാ? ഒരു ദൈവ പൈതൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലഘട്ടം വരെയുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, സേവനത്തിൻ്റെ, ശുശ്രൂഷയുടെ, വിശുദ്ധിയുടെ, സത്യത്തിൻ്റെ, നീതിയുടെ എല്ലാം അളവനുസരിച്ചാണ് ഇവിടെ പ്രതിഫലം പ്രാപിക്കുക, അവിടെ പ്രതിഫലം പ്രാപിക്കുക. അതുകൊണ്ട് അവിടെ എന്തോരം പ്രതിഫലം പ്രാപിക്കുമെന്ന് ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കാൻ കഴിയും. ഞാൻ എന്തോരം പ്രതിഫലം അവിടെ പ്രാപിക്കും? വിശ്വാസത്തിൽ, കൃപയിൽ, ആത്മാവിൽ, സത്യത്തിൽ, നീതിയിൽ, എളിമയിൽ, താഴ്മയിൽ, വിനയത്തിൽ. യേശുക്രിസ്തുവിനുള്ള വിഷയം മുഴുവൻ അങ്ങ് പറഞ്ഞു. കണ്ടുപിടിക്കാൻ പറ്റൂല്ലേ? കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പറ്റൂല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം അറിയാൻ മേലേ? ഓരോരുത്തർക്കും അവരവരുടെ കാര്യം അറിയാൻ മേലേ? ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് അറിയാം. പിന്നെ എൻ്റെ കാര്യം സമ്പൂർണ്ണമായിട്ട് അറിയുന്നത് ആരാ? ദൈവം. അത് കഴിഞ്ഞാൽ പിന്നത്തെ കൂടുതൽ അറിവ് ആർക്ക് തന്നെയാ? എനിക്ക് തന്നെയല്ലേ? അപ്പം നമുക്കത് അറിയാൻ കഴിയും. അതിനകത്ത് യാതൊരു സംശയവുമില്ല, യാതൊരു അവ്യക്തതയുമില്ല, യാതൊരു അപാകതയുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. അതുകൊണ്ട് പ്രാപിക്കാൻ പോകുന്ന ന്യായാസനം മുതൽ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് പ്രാപിക്കാൻ എനിക്ക് കഴിയും, എൻ്റെ അവസ്ഥ എന്താണ്, എനിക്ക് എന്തെല്ലാം പ്രതിഫലമാണ് കിട്ടുന്നത് എന്ന് ഇവിടെ വെച്ച് തന്നെ ഓരോ ദിവസവും തീരുമാനിക്കാൻ കഴിയും. ഇന്ന് തീരുമാനിച്ചിട്ട് നാളെ ഇതിൽ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ പ്രതിഫലം കൂടുവാണോ കുറയുവാണോ? കുറയും. മറ്റന്നാൾ ഇതെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്ന് കൂടുതൽ കൃപ പ്രാപിക്കുമ്പോൾ അന്നേരം പ്രതിഫലം കൂടുവാണോ കുറയുവാണോ? കൂടുകയാ. അതുകൊണ്ട് നമുക്കത് അറിയാനായിട്ട് കഴിയും. ക്രിസ്തീയ ജീവിതം കാടടച്ച് വെടിവെക്കുന്ന ജീവിതമൊന്നുമല്ല, കൊട്ടത്താപ്പ് പരിപാടിയുമല്ല, ഊഹാഭോഗങ്ങൾ കൊണ്ട് പോകുന്ന ഒരു പരിപാടിയുമല്ല. കൃത്യമായിട്ട് അതെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിഞ്ഞും അംഗീകരിച്ചും മനസ്സിലാക്കിയും ഏറ്റെടുത്തും കൊണ്ട് പോകേണ്ട ജീവിതം തന്നെയാണ്. ശരിയല്ലേ? അതങ്ങനെയാ. ആത്മരക്ഷയുടെ ആദ്യത്തെ രക്ഷയുടെ കാര്യം മാത്രം ഞാൻ എപ്പോഴാണ് രക്ഷിക്കപ്പെടണത്, എന്നാ രക്ഷിക്കപ്പെടണത്, എവിടെ വെച്ചാ രക്ഷിക്കപ്പെടണത് എന്നൊന്നും ആർക്കും അത്ര അറിയത്തില്ല. പക്ഷെ അതങ്ങ് സംഭവിച്ചു പോകുന്നു ദൈവകൃപയാൽ. അത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഇത് അവനവൻ്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. നയനച്ചാൻ ഒരിക്കൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ നാം എങ്ങനെ മനസ്സിലാക്കും? അബ്രാഹാമിൻ്റെ വീട്ടിൽ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ്റെ പേരെന്തായിരുന്നു? ഏലയാസാർ. ഏലയാസാറാണോ വലുത്, അബ്രാഹാമാണോ വലുത്? വീടിൻ്റെ ഉടമസ്ഥനും യജമാനനും ആരാ? അബ്രാഹാം. പക്ഷേ അബ്രാഹാം കഴിഞ്ഞാൽ പിന്നെ ആരാ അതെല്ലാം മാനേജ് ചെയ്യുന്നത്? ഏലയാസാർ. അപ്പോൾ ഏലയാസാർ എന്ന് പറയുന്ന ഏലയാസാറിൻ്റെ പേരെന്താ? കൂലിക്കാരനല്ല, ദാസനല്ല, പിന്നെയോ കാര്യസ്ഥനാണ്. അബ്രാഹാം കഴിഞ്ഞാൽ കാര്യസ്ഥനാ. ഇസ്മായേൽ ജനിച്ചപ്പോഴും ഇസഹാക്ക് ജനിച്ചപ്പോഴും കാര്യസ്ഥൻ ആര് തന്നെയാ? ഇവന്റെ കാര്യസ്ഥതയുടെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇസഹാക്ക് കല്യാണം കഴിക്കാറായപ്പോൾ സാറ മരിച്ചും പോയി. ഇസഹാക്ക് കല്യാണം കഴിക്കാറായപ്പോൾ പെണ്ണിനെ അന്വേഷിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ആരാ പറഞ്ഞു വിട്ടത്? അപ്പോൾ അബ്രാഹാം വീട്ടിൽ ഇരുന്നു കൊണ്ട് ഏലിയാസാറിനെ തൻ്റെ ഏകമകൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ച് കൊണ്ടുവരുവാൻ പറഞ്ഞു വിടത്തക്കവണ്ണം ഈ ഏലിയാസാർ ചുമ്മാ കങ്കാണിയോ പ്രമാണിയോ അങ്ങനത്തെ ഒരാളാണോ? അല്ല. അബ്രാഹാം കഴിഞ്ഞാൽ ഫസ്റ്റ് അസിസ്റ്റന്റ് ആരാ അവിടെ? ഏലിയാസാറാ. പക്ഷെ അവൻ്റെ പേരെന്നാ? പേര് ഏലിയാസാർ എന്നാണെങ്കിലും അവൻ്റെ പദവി എന്നാ? കാര്യസ്ഥൻ. ഇനി അത് മനസ്സിലിരിക്കട്ടെ. കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് ഇനി നല്ലത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥനെ പിതാവ് ഇങ്ങോട്ട് അയക്കും. അപ്പൊ യേശു അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് വന്ന പരിശുദ്ധാത്മാവിന്റെ വേറൊരു പേരെന്താ? കാര്യസ്ഥൻ. എവിടുത്തെ കാര്യസ്ഥൻ? സ്വർഗത്തിലെ കാര്യസ്ഥൻ, പിതാവിൻ്റെ കാര്യസ്ഥൻ. കാര്യം മനസ്സിലായില്ലേ?
പരിശുദ്ധാത്മാവിനെ ഏലിയാസാറിന് കാര്യസ്ഥൻ എന്ന പദവി ഉണ്ടായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ കർത്താവ് തൻ്റെ നാവ് കൊണ്ട് പറഞ്ഞത്, ഞാൻ പോകുന്നത് പ്രയോജനം, നിങ്ങൾക്ക് പ്രയോജനം, ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാകത്തില്ല, ഞാൻ പോയാൽ എൻ്റെ പിതാവ് കാര്യസ്ഥനെ ഇങ്ങോട്ട് അയക്കും, അവൻ ഇങ്ങോട്ട് വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തിക്കൊണ്ടിരിക്കും. അവൻ സത്യാത്മാവാകയാൽ വിശ്വസിച്ച് വരുന്നവരെ എല്ലാം സത്യത്തിൽ അവൻ വഴി നടത്തും. അവൻ വിശുദ്ധാത്മാവാകയാൽ നിങ്ങളെ അവൻ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരും. അവൻ ഉപദേശിക്കുന്നവനാകയാൽ ഞാൻ പറഞ്ഞത് നിങ്ങളെ ഓർപ്പിക്കുകയും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉപദേശിച്ച് നിങ്ങളെ ഉറപ്പിക്കുകയും ചെയ്യും, ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെയല്ലേ പറഞ്ഞത്? അത് ശക്തിയുടെ ആത്മാവാണ്, അത് സുബോധത്തിൻ്റെ ആത്മാവാണ്, അത് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. ഇതെല്ലാം പറഞ്ഞു തന്നില്ലേ? നോക്കിക്കേ, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ്. ശരിയല്ലേ? അപ്പോ ഈ രണ്ട് കാര്യം പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരർത്ഥത്തിൽ നമ്മുടെ കൺട്രോളിലാണ് പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കെടുക്കരുത് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഓരോ ദൈവ പൈതലിനും പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യാൻ കഴിയും? കെടുക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ ഓരോ ദൈവ പൈതലിനും എന്ത് ചെയ്യാൻ കഴിയും? ഈ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ കഴിയും, അല്ലേ? പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്. അപ്പോൾ ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യാൻ കഴിയും? നിന്ദിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കരുത്. സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിലെ ഏറുകൊള്ളാൻ കാരണം അതല്ലേ? നീയൊക്കെ നിൻ്റെ കാർന്നുമാരെ പോലെ, നിൻ്റെ മാതാപിതാക്കന്മാരെ പോലെ എന്നും കുന്നും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നവരാണ് നിങ്ങൾ എന്നാ പറഞ്ഞത്. അങ്ങനല്ലേ? നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കാമോ? അനന്യാസിനോട് സപ്പീറോടും ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തുകൊണ്ട് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ പരീക്ഷിച്ചത് എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കാൻ കഴിയത്തില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കൺട്രോളിലാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഈ വിധത്തെല്ലാം ആക്കി തീർക്കുവാൻ അധികാരമുള്ളത് ആരാണ്? നാം ഓരോരുത്തരുമാം. പക്ഷേ ഇത് നല്ല അധികാരമാണോ? അല്ല. ഇത് ഗുണം വരാനുള്ള അധികാരമാണോ? അല്ല. ഇത് ശിക്ഷ മേടിക്കാനുള്ള അധികാരമല്ലേ? ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദുഃഖിപ്പിക്കാം, കാര്യസ്ഥനെ നമുക്ക് ദുഃഖിപ്പിക്കാം, കെടുക്കാം. ഈ പറഞ്ഞ തിരുവചനങ്ങളെല്ലാം അരുത്, പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ അരുത് 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 എന്ന് ഈ ലേഖനമുട്ടക്ക് പറയാൻ ഇടയായതിൻ്റെ കാരണം ഓരോ ദൈവ പൈതലിനും ഇപ്രകാരം പരിശുദ്ധാത്മാവിനോട് ചെയ്യാൻ കഴിയും. പക്ഷേ അവനകത്ത് വേദനിച്ചുകൊണ്ട് ഞരങ്ങിക്കൊണ്ട് അവൻ ഇരിക്കുകയാണ്. പഴയ നിയമത്തിലെ പോലെ പരിശുദ്ധാത്മാവ് എന്നാൽ ഞാൻ എൻ്റെ പാട് നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവോ? ഈ മൺകൂടാരം, ആത്മാവ് ഇവിടെ നിന്ന് മാറി ഈ മൺകൂടാരം ശവമാകുന്ന ആ സന്ദർഭത്തിലാണ് പരിശുദ്ധാത്മാവും അവനെ വിട്ടു പോകുന്നത്, അല്ലേ? പിന്നെ പറഞ്ഞു, നിങ്ങളിൽ വസിച്ച പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ അവൻ ഉയർപ്പിച്ചെടുക്കും, അല്ലേ? ഈ പരിശുദ്ധാത്മാവ് വസിച്ച മൺകൂടാരങ്ങളെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് തന്നെയാ പിതാവായ ദൈവം ഉയർപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ ആകുന്നു എങ്കിൽ ആ നാളിൽ ഉയർപ്പ് പ്രാപിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ നാം ഇന്ന് വിചാരിക്കുകയും കരുതുകയും ഭയപ്പെടുകയും ചെയ്യണ്ടേ? പിതാവായ ദൈവത്തെ പോലെ, പുത്രനായ യേശുക്രിസ്തുവിനെ പോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ മാനിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണ്ടേ? നിശ്ചയമായിട്ടും അതാവശ്യമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞത്, വരാനിരിക്കുന്ന പ്രതിഫലത്തിന് ന്യായവിധി മുതൽ സ്വർഗത്തിലെ വരാൻ പോകുന്ന ലോകത്തിലെ ആ പ്രതിഫലങ്ങൾ മുഴുവൻ ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ ജീവിതം അനുസരിച്ചും മാത്രം അവിടെ ലഭിക്കാനായിട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്, ഇത് മറ്റൊരു വിഷയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേഹീരക്ഷ പ്രാപിക്കണമെങ്കിൽ മറ്റൊരു കാര്യം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാൻ പാടില്ല. ലോകമെന്ന വിഷയത്തിൽ അത് നമ്മൾ ഒത്തിരി ചിന്തിച്ചതാ. 1 യോഹന്നാൻ 2:15, 16, 17 നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. പിന്നെ ആരെയാ സ്നേഹിക്കേണ്ടത്? സ്നേഹിക്കരുതെന്ന് പറഞ്ഞല്ലോ, പിന്നെ ആരെയാ സ്നേഹിക്കേണ്ടത്? കർത്താവായ യേശുവിനെ തന്നെ സ്നേഹിക്കണം. പൗലോസ് വിളിച്ചു പറഞ്ഞു, ഒന്നിനും
യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല, ഒന്നിനും കഴിയുകയില്ല. അതുകൊണ്ട് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക്, ഇനി ഇച്ചിരോടെ മാറ്റി പറഞ്ഞാൽ, ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും ഒരു വ്യക്തിയിൽ നിറഞ്ഞിരിപ്പുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും ദേഹിരക്ഷയിലേക്ക് വരുവാൻ കഴിയത്തില്ല. ദേഹിരക്ഷയിലേക്ക് വരുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നാം ആരെ സ്നേഹിക്കാതിരിക്കണം? ജഡമോഹത്തെയും കൺമോഹത്തെയും ജീവനത്തിൻ്റെ പ്രതാപത്തെയും, അല്ലെങ്കിൽ അത് മൂന്നും അടങ്ങിയിരിക്കുന്ന സാത്താന്യ വ്യവസ്ഥിതി വ്യാപരിക്കുന്ന ഈ ലോകത്തെ നാം സ്നേഹിക്കാതിരിക്കണം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കുന്നു. അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കാതിരുന്നെങ്കിൽ മാത്രമേ ദേഹിരക്ഷ നടക്കത്തുള്ളൂ. ദേഹിരക്ഷ നടക്കത്തുള്ളൂ. മറ്റൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർപ്പിച്ചു, വീണ്ടും ഓർപ്പിക്കട്ടെ. ദൈവമക്കളുടെ പരിശോധനകളെ നീക്കിക്കളവാൻ നിരന്തരമായി നിലവിളിച്ചാൽ അത് ദൈവം മാറ്റിക്കളയും. പക്ഷേ വിശ്വാസം പക്വത പ്രാപിക്കുന്ന പ്രക്രിയ നിന്നുപോകും, ദൈവത്തിൻ്റെ അംഗീകാരവും മാറിപ്പോകും. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതകളുണ്ടാകും, ദാരിദ്ര്യങ്ങളുണ്ടാകും, നഗ്നതകളുണ്ടാകും, ആപത്തുകളുണ്ടാകും, അനർത്ഥങ്ങളുണ്ടാകും. ഉണ്ടാകും. ആപത്ത് അനർത്ഥമൊന്നും പറഞ്ഞാൽ പറ്റില്ല. ആക്സിഡൻറ്റ്, അത് ഇന്നത്തെ പിള്ളേർക്ക് പോലും അതേ അറിയത്തുള്ളൂ. ആക്സിഡൻറ്റ് അതൊക്കെ ഉണ്ടാകും. പിന്നെ എന്തെല്ലാം സംഭവിക്കും? എന്തെല്ലാം സംഭവിക്കാമോ അത് മുഴുവൻ സംഭവിക്കും. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ദുരന്തങ്ങൾ മുഴുവൻ ആർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ദൈവമക്കൾക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ മൃഗമല്ലല്ലോ, നമ്മൾ മനുഷ്യനല്ലേ, അല്ലേ? അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അപ്പം പിന്നെ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്നാ പ്രൊട്ടക്ഷനായി ദൈവം തരുന്നതെന്ന്? എന്ത് പ്രൊട്ടക്ഷനാ? ഞാൻ ഈ പറഞ്ഞത് സാത്താൻ തരുന്ന കാര്യമല്ല, ദൈവം അറിഞ്ഞ് അനുവദിച്ച് നമുക്ക് തരുന്ന കഷ്ടതകളും ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തിനു വേണ്ടിയിട്ടാ? ബാലശിക്ഷകൾ അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനാകുന്നുവെന്ന് നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നമുക്ക് തരുന്ന ബാലശിക്ഷകൾ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ നിയമം തെറ്റിക്കുമ്പോൾ ബലഹീനതകളാകുന്ന ശിക്ഷകളും, അതുപോലെ തന്നെ രോഗങ്ങളാകുന്ന ബാലശിക്ഷകളും, അതുപോലെ ശാരീരിക മരണങ്ങളാകുന്ന ബാലശിക്ഷകളും തരുന്നു എന്ന് അവിടെ വചനം പറയുന്നുവെങ്കിൽ ജീവിതത്തിൽ കർത്തൃമേശ മാത്രമേ ഉള്ളൂ നമുക്ക്. എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് അനുസരിക്കാനും അംഗീകരിക്കാനും അതിന് പ്രകാരം ജീവിക്കാനും ഉണ്ട്. അവിടെയൊക്കെ തെറ്റിക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ദൈവം ലോകത്തോടു കൂടെ നരകശിക്ഷാവിധിയിലേക്ക് തള്ളപ്പെടാതിരിക്കുവാൻ ബാലശിക്ഷകളാൽ നമ്മുടെ വിശുദ്ധി കൂട്ടിക്കൊണ്ട് വിശുദ്ധീകരിച്ചുകൊണ്ട് വരുവാൻ അനേകമായ ബാലശിക്ഷകൾ ദൈവം തന്നെ നമുക്ക് അനുവദിച്ചു തരും. അത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ വലിയ പാടാണ്. ഒരു സൂക്കേട് വന്നു കഴിയുമ്പോൾ നമ്മുടെ വിചാരം ആര് തന്നതാന്നാ. ടീച്ചിങ്ങും അങ്ങനെയാ. ഒരൊറ്റ തുമ്മൽ പോലും വരാതെ 90 വയസ്സ് വരെ ജീവിച്ച് മരിക്കാനാടാ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പ്ലാനും പത്ത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇൻഫ്ലുവൻസ വന്നപ്പോൾ അത് ആര് കൊണ്ടുവന്നതാ? സാത്താൻ കൊണ്ടുവന്നതാ. പിന്നെ അവനെ ശാപം തൊഴിയുമായി. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. സാത്താൻ ഇയ്യോബിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷിച്ചിട്ടുണ്ട്. ആരുടെ അനുവാദം മേടിച്ചാ ഇയ്യോബിനെ പരീക്ഷിച്ചത്? അല്ലാതെ അവൻ്റെ തോന്നിവാസം അനുസരിച്ച് വന്നതാണോ? അപ്പം മറുപടി പറഞ്ഞല്ലോ, എൻ്റെ ദാസൻ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കുന്നുണ്ടോന്ന്. ദൃഷ്ടിവെപ്പ് അവൻ ജനിച്ചപ്പം മുതൽ വെച്ചതാ, പക്ഷേ ഒരു ക്രിയ നടക്കുന്നില്ല. നീ അവന് ചുറ്റും വേലി, അവൻ്റെ ഭാര്യയ്ക്ക് ചുറ്റും വേലി, അവൻ്റെ മക്കൾക്ക് ചുറ്റും വേലി, അവൻ്റെ വീടിന് ചുറ്റും വേലി, അവൻ്റെ സ്ഥാപന ജന്മ സ്വത്തുക്കൾക്ക് വേലി, അവൻ്റെ മൃഗസമ്പത്തിന് വേലി, അവൻ്റെ നിലംപുരിയിടങ്ങൾക്ക് വേലി, ഇങ്ങനെ പ്രത്യേകം വേലി കെട്ടി അടച്ചു വെച്ചിട്ട് എനിക്ക് അവസാനത്തെ വേലിയുടെ പുറത്ത് എന്ന് ഇങ്ങനെയൊന്ന് എത്തി നോക്കാനല്ലാതെ ഒരു ക്രിയ നടത്താൻ കഴിയില്ല എന്ന് മറുപടി പറഞ്ഞു. എന്നിട്ട് അവൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു വേലി പൊളിച്ചതാ, കാണിച്ചു തരാം അവൻ്റെ പക്തിയെന്ന്. അങ്ങനെ ഓരോ വേലിയും പൊളിക്കാൻ അനുവാദം കൊടുത്തല്ലേ? അല്ലേ? സാത്താൻ നമ്മളെ പരീക്ഷിച്ചാലും ആരനുവദിക്കാതെ പരീക്ഷിക്കത്തില്ല. ദൈവം എന്നെ ചത്തുകിടക്കുകയാണോ? ദൈവം അനുവദിച്ചിട്ടാ. എന്തുകൊണ്ട് ദൈവം അനുവദിക്കുന്നു? സാത്താൻ ഈ പരീക്ഷണം നമ്മുടെ അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ പരീക്ഷണത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന് വേണ്ടി വീറോടെ നിൽക്കാനുള്ള കൃപ ചൊരിഞ്ഞു തരാമെന്നുള്ളത് കൊണ്ടാ അവൻ അത് അനുവദിക്കുന്നത്. അല്ലാതെ അത് ശാപമല്ല, അത് സാത്താന്റെ കാര്യമല്ല. നാം വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ട്, ദൈവമക്കളായ നമ്മൾ വിശുദ്ധി പ്രാപിച്ച് തികയുവാൻ വേണ്ടിയിട്ട് ഓർക്കേണ്ടതാ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനായിട്ടാ പ്രാർത്ഥന.
ഞാൻ രക്ഷിക്കപ്പെട്ട് രക്ഷപൂർത്തീകരിക്കപ്പെടുവാൻ എനിക്ക് പ്രാർത്ഥന കുറവാ. എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന കുറവാ, അല്ലേ? ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ആത്മാക്കൾ രക്ഷിക്കപ്പെടേണ്ടതിലേക്കുള്ള പ്രാർത്ഥന കുറവാ. എപ്പോൾ പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥിച്ചാൽ ഞാനും എൻ്റെ ഭാര്യയും മക്കളും അതിൻ്റെ ഭൗതികമായ കാര്യങ്ങളും അല്ലാതെ കൂടുതൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ, ഓരോ പ്രാർത്ഥനയിലും നിങ്ങളൊന്ന് തൂക്കി നോക്കുക. അതിനകത്ത് ഏറ്റവും കൂടുതൽ കാര്യം നമ്മുടേതല്ലേ വരുന്നേ. അതിൽ തന്നെ നമ്മുടെ ഭൗതികമായ കാര്യമല്ല വരുന്നേ. കൊച്ചിന് നാളെ സ്കൂളിൽ പോകണം, പൈസയില്ല, രോഗമാണ്, ഒരു കൊച്ചു ആശുപത്രിയിൽ അഡ്മിറ്റാണ്, ഞാൻ എന്ത് ചെയ്യും, അല്ലേ? പിന്നെ അതിനവിടെ പഠിക്കാൻ പോകണം, അപ്പോഴത്തേക്കും ഇവിടെ രോഗം, ഇവിടെ ഓപ്പറേഷൻ, ആ ദാരിദ്ര്യം, അവിടെ കടക്കണി, ഇവിടെ കടക്കണി, അത് ജപ്തിയുടെ, അങ്ങനെ എന്ന് വേണ്ട. പ്രാർത്ഥിക്കാൻ ഇങ്ങനെയുള്ള വിഷയമല്ലാതെ ആത്മരക്ഷയോട് ബന്ധപ്പെട്ട വിഷയം പ്രാർത്ഥിച്ച് നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ആ ഒരു കാര്യത്തിന് എരിവോടെ നിൽക്കാൻ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയം ഏതാ? ഈ ഭൗതിക ലോകത്തിലാ. ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കേട്ട് ആ കാര്യം നടത്തി തരുമെന്ന് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. എന്തിന് പ്രാർത്ഥിച്ചാലും മുട്ടിപ്പായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം അതങ്ങ് ചെയ്തു തരും. ആ ചെയ്ത് തരുന്നത് കൊണ്ട് നഷ്ടം ദൈവത്തിനാണോ നമുക്കാണോ? നമുക്കാ നഷ്ടം. എന്താ? നമ്മുടെ വിശുദ്ധി പ്രാപിക്കൽ കുറഞ്ഞു, നമ്മുടെ പരിശോധനകൾ നിന്നില്ലേ, ഇല്ലേ? ദൈവം തരുന്നതായാലും സാത്താൻ അനുവാദത്തോടെ കൊണ്ടുവന്നതായാലും നമ്മുടെ പരിശോധനകളും പരീക്ഷണങ്ങളും വിശ്വാസത്തിൻ്റെ തികവ് നിന്നുപോയി, വിശുദ്ധിയുടെ തികവ് നിന്നുപോയി. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദവിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ തടസ്സം വന്നിരിക്കുകയാ. ഈ ഒരു മർമ്മം നമ്മൾ മനസ്സിലാക്കിയാൽ എന്ത് സന്തോഷവും, എന്ത് പ്രത്യാശയും, എന്ത് ധൈര്യമാണെന്നറിയാവോ? പണ്ടൊരു ഭക്തൻ ഇങ്ങനെ പറയുമായിരുന്നാ പറഞ്ഞ്, എൻ്റെ ആത്മീയ ഗുരു എന്നെ പറഞ്ഞ് കേൾപ്പിച്ച് പഠിപ്പിച്ചതാ. ഒരാഴ്ചക്കാലം ഒരു സുഖം തോന്നിയാൽ പിന്നെ അവൻ പ്രാർത്ഥിക്കണത്, ദൈവം തമ്പുരാനെ, പൗലോസിനെ മറന്നുപോയോ? ഈ ഉള്ളവനെ നീ മറന്നുപോയോ? എന്നെ നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞോ? നീ എന്നെ ഉപേക്ഷിച്ചോ? ഇതൊക്കെയാണ് ദൈവത്തോട് ചോദിക്കണത്. കാരണം ഒരാഴ്ചക്കാലം എന്നതാ വലിയ കുഴപ്പങ്ങളില്ലാതൊരു സുഖമായിട്ട് പോവുക. അത് വന്നു കഴിയുമ്പോൾ അവൻ പറയണത്, ദൈവത്തിൽ നീ തള്ളപ്പെട്ടു പോയോ എന്നാ. നിത്യമായിട്ട് മറ്റെന്തെങ്കിലും അസ്വസ്ഥകളും രോഗങ്ങളും ഇല്ലായ്മകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ പറയുക, നിന്റെ പാതിയിൽ എന്നെ നടത്തുന്നത് കൊണ്ട് എനിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ നിന്റെ കയ്യിലാന്നുള്ളത്. ഇന്ന് നേരെ മറിച്ചാ. അങ്ങനെയല്ലേ ടീച്ചിങ്? ഇന്ന് നേരെ മറിച്ചാ. പോകുമ്പോൾ വണ്ടി ഒന്ന് തട്ടി, കൈ ഒന്ന് ഇച്ചിരി മുറിഞ്ഞു, ശാപിക്കപ്പെട്ടവൻ. നിങ്ങളിരുന്ന് പറയും, ശാപിക്കപ്പെട്ടവൻ, ഒരു കൃപയില്ല. അല്ലെങ്കിൽ അത് സംഭവിക്കോ? ഇതാണ് ക്രിസ്ത്യാനിത്വം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നേരെ തലകേക്കനാമ്പാട് തിരിഞ്ഞുപോയി. അതുകൊണ്ട് നമ്മുടെ ശോധനകൾ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം വരാതെ, രക്ഷയുടെ പൂർത്തീകരണം വരാതെ, വിശുദ്ധിയുടെ പൂർത്തീകരണം വരാതെ, മഹത്വത്തിൻ്റെ പൂർത്തീകരണം വരാതെ, ദൈവ തേജസ്സിൻ്റെ പൂർത്തീകരണം വരാതെ നാം ദൈവത്തോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ആ കണ്ണുനീരും പ്രാർത്ഥനയും കേട്ടുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയും. ആ പറയുന്ന പോലെ ദൈവം ചെയ്തു തരും. പക്ഷേ നഷ്ടമാർക്കാ? ഭാവിയിൽ നഷ്ടമാർക്കാ? ശുദ്ധീകരണം പ്രാപിക്കാതെ, വിശുദ്ധി തികയാതെ, തേജസ് പ്രാപിക്കാതെ, മഹത്വം പ്രാപിക്കാതെ നാം ആരായി മാറൂല്ല. യേശുവിൻ്റെ മഹത്വം പ്രാപിക്കാതെ, യേശുവിൻ്റെ വിശുദ്ധിയിലേക്ക് വരാതെ, യേശുവിൻ്റെ തേജസ് പോലെ പ്രാപിക്കാതെ നാം എന്താകത്തില്ല? യേശുവിൻ്റെ കാന്ത ആകത്തില്ല. തീരാ നഷ്ടം നമുക്ക്. ഇവിടെ ഒരു താൽക്കാലിക ലാഭം. ആശുപത്രി കേസിലാണെങ്കിൽ ഒരു 5000 രൂപയുടെ ലാഭം, സൂക്കേട് ഭേദമായതുകൊണ്ടേ 5000 രൂപയുടെ ലാഭം. അത് വലിയ കാര്യമായിട്ടും ദൈവം നമ്മെ അംഗീകരിച്ചതായിട്ടും ഒക്കെയാണ്. മറ്റൊരു കാര്യം പറയേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അംഗീകാരം എന്ന് പറയുന്നത് ശോധനകളിലൂടെയാണ്. ദൈവം നമ്മെ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാ? കഷ്ടതകളിലൂടെയും ശോധനകളിലൂടെയുമാണ്. ഇയ്യോബിനെ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് കൊടുത്തത് എങ്ങനെയാ? ശോധനകളിലൂടെയല്ലേ. അബ്രാഹാമിനെ അംഗീകരിച്ചത് എങ്ങനെയാ? ശോധനകളിലൂടെയല്ലേ. പൗലോസ് അപ്പോസ്തലനെ അംഗീകരിച്ചത് എങ്ങനെയാ? ശോധനകളിലൂടെയല്ലേ. എന്തിന് യൗസേപ്പ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ അംഗീകരിച്ചത്? ശോധനകളിലൂടെയല്ലേ. അവൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലോ? പൊത്തിപ്പേറിൻ്റെ ഭാര്യയ്ക്ക് ഇവനെ മോഹം, അവനില്ലാത്ത തക്കത്തിന് ഇവനെ വളച്ചൊടിക്കാൻ പോയി. ദൈവഭയമുള്ള യോസേപ്പ് പാപം ചെയ്യാതെ മാറാൻ നേരത്ത് അവൾ കയറി ഉടുത്ത മുണ്ടിന് വട്ടമിട്ട് പിടിച്ചു. അവൾ പിടിവിട്ടില്ല. അവസാനം മുണ്ടിട്ട് ചോടേണ്ടതായിട്ട് വന്നു, നഗ്നനായിട്ട്. അല്ലേ? ഇതല്ലേ സംഭവം? നോക്കിക്കേ,
എന്നിട്ട് അവൾ വേഗം നാട്ടുകാരെ വിളിച്ചു കൂട്ടി പൊത്തിപ്പേറിനെ വിളിച്ചു വരുത്തി ഫറവോന്റെ അടുക്കൽ കേസ് ഫയൽ ചെയ്ത് എന്തു ചെയ്തു? എൻ്റെ ആമർന്നൂനൊരു എബ്രായ ബാലനെ വീട്ടുവേലയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അവനെന്നെ അപമാനിക്കാൻ വന്നു, ബലാത്കാരം ചെയ്യാൻ വന്നു. ഞാനിവിടെ കിടന്ന് നൊലോളിച്ചപ്പോൾ അവൻ ഇവിടെ പിടിച്ച് വീഴ്ത്തിയെന്നായി പറഞ്ഞു വരുന്നത്. അവൻ്റെ മുണ്ട് വിട്ടേച്ച് അവൻ ഓടിപ്പോയി. ദേ ഈ മുണ്ട്, ഇതിലപ്പുറം പിന്നെ സാക്ഷിയിരിക്കുമ്പോൾ എന്നാ സത്യയിരിക്കുമ്പോൾ അല്ല ഏതാണ്ട് എന്താണെന്ന് ചോദിച്ച കണക്ക് ഇതിലപ്പുറം പിന്നെ തെളിവ് എങ്ങനെയാ? യാതൊരു തെറ്റും ചെയ്യാത്ത യോസേപ്പിനെ ആ കൂട്ടത്തിനെ എവിടെ കൊണ്ടിട്ടു? സെൻട്രൽ ജയിലിൽ അകത്ത് കൊണ്ടിട്ടു. എന്തിനു വേണ്ടി കേട്ടാ? അതേ, മിസ്രയീം രാജ്യം ഭരിക്കാൻ അടുത്ത ഫറവോയായി കണ്ടത് ഈ പാപം യോസേപ്പിനെയാണ്. ആ രാജസിംഹാസനത്തിൽ കയറ്റി ഭരിപ്പിക്കാൻ അവനെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാ ഉടയ തമ്പുരാൻ. അത് ഈ പെട്ടതാ. അത് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ശരിയല്ലേ? അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ അംഗീകാരം എന്ന് പറയുന്നത് ശോധനകളിലൂടെയാണ്, കഷ്ടതകളിലൂടെയാണ്. അതല്ലാതെ ആരെയും ദൈവം അംഗീകരിക്കുന്നില്ല. ഏതെങ്കിലും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഒരു വ്യക്തിയെ ശോധനകളിൽ കൂടി അല്ലാതെ ദൈവം അംഗീകരിച്ചതായിട്ട് നിങ്ങൾക്കത് എടുത്തു തരാമോ? ചരിത്രത്തിൽ സാധ്യമല്ല. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ അംഗീകാരം ശോധനകളിലൂടെ. മോശയെ ഇസ്രായേലിൻ്റെ ലീഡറാക്കി വയ്ക്കാൻ 40 കൊല്ലം ഫറവോന്റെ കൊട്ടാരത്തിൽ സുഖിച്ചുവെങ്കിൽ അടുത്ത 40 കൊല്ലം മിദ്യാനിലെ മരുഭൂമിയിൽ വെയിലും കൊള്ളിച്ച് മഞ്ഞും കൊള്ളിച്ച് മഴയും നനയിപ്പിച്ച് അവിടെ ഒരുത്തൻ്റെ ആട് നോക്കാൻ ഉള്ള ജോലിയും 40 കൊല്ലം കൊണ്ട് 80 വയസ്സായപ്പോൾ അവൻ പറഞ്ഞു, ഇനി എനിക്ക് ജീവിതം വേണമെന്നില്ല, ഏറെക്കുറെ ആയി എന്ന്. ശരിയല്ലേ? പക്ഷേ ഇസ്രായേലിൻ്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുവാൻ യോഗ്യനായി കണ്ടത് മിസ്രയീമിലെ 40 കൊല്ലക്കാലത്തെ ട്രെയിനിങ്ങും വിദ്യാഭ്യാസവും വളർത്തലും കൊണ്ടല്ല, മരുഭൂമിയിലെ ഈ കഷ്ടപ്പാടുകൾ കൊണ്ടാണ് അവൻ പക്വമായത്. അവൻ്റെ വിചാരം 40 വയസ്സായ ഞാൻ ഇസ്രായേലിനെ വിടുവിക്കുവാൻ തക്കവണ്ണമുള്ള വിദ്യാഭ്യാസമുണ്ട്, ഫറവോന്റെ പുത്രിയുടെ ദത്തുപുത്രനായിട്ടാണല്ലോ ഇരിക്കുന്ന, അധികാരമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട് എന്നുള്ള ബോധത്തിലാ. അരക്കൈ നോക്കാം. ഒരു മിസ്രയീമിനും ഇസ്രായേൽക്കാരനും തമ്മിൽ വഴക്ക് കൂടിയപ്പോൾ 4 പാട് നോക്കിയിട്ട് മിസ്രയീമിനെ അടിച്ചു വന്ന് മണലിൽ താത്തി വെച്ച് ഇസ്രായേൽക്കാരനോട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്താ ആ ബ്ലഡിൻ്റെ ബന്ധമേ ഈ യഹൂദൻ്റെ ബ്ലഡ് അത് കൂട്ടാ. പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ 2 ഇസ്രായേൽ തമ്മിൽ അടിപിടി കൂടണത്. ഉടനെ പറഞ്ഞു, നിങ്ങൾ സ്വന്തം സഹോദരല്ലേ, ഒറ്റ ബ്ലഡ് അല്ലേടാ, ഇതാണോ കാണിക്കണത്? അടിയും പിടിയൊക്കെ നിർത്തി വീട്ടിൽ പോകാൻ പറഞ്ഞു. നിന്റെ ആ പണിയൊന്നും വേണ്ട. ഇന്നലെ മിസ്രയീമിനെ അടിച്ച് മണ്ണി താത്തി കണക്ക് ഞങ്ങളെ അടിച്ചു കൊല്ലാൻ വന്നവനാണോ നീ എന്ന് ചോദിക്കുകയല്ല. മോശ അന്താം വിട്ടുപോയി. ആ പുറപ്പെട്ടു പോക്കല്ലേ ഇത് ഫറവോൻ അറിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ പുറപ്പെട്ടു പോയതാ. അവനെ 40 കൊല്ലത്തിന് ശേഷം 80ാമത്തെ വയസ്സിൽ സീനായി മലയിൽ ഇറങ്ങി വന്ന് അപ്പൊ പറയുകയാ, ഞാൻ വിക്കനാന്ന്. അല്ലേ? വിക്കനാന്ന് പറയുകയാ. എല്ലാം തികച്ചെടുത്തവനാ. ഞാൻ പറഞ്ഞത് മോശയുടെ അനുഭവം അതാ, ആരുടെ അനുഭവം അതല്ലാതിരിക്കുന്നു. 33 വയസ്സ് വരെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിൽ ജീവിച്ച കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അനുഭവിച്ച പങ്കപ്പാടുകൾ അവൻ പാപിയായിട്ടാണോ? അവൻ ദുഷ്ടനായിട്ടാണോ? അല്ല, അവൻ പോയ പാത തന്നെ ദൈവമക്കൾക്ക് വച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അംഗീകാരം ശോധനകളിലൂടെയാണ്. ഇപ്രകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ആർക്കെങ്കിലും സംഭവിച്ചാൽ ധൈര്യപ്പെട്ടാൽ മതി. ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ദൈവം നിന്നെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. നിന്നെക്കുറിച്ച് ദൈവത്തിന് സ്വർഗത്തിൽ പ്ലാനുകളും പദ്ധതികളും ഏറെ ഉണ്ട്. അങ്ങനെ ഇല്ലാത്തവന് ഈ ലോകത്തിൽ എന്താ പറയണേ, അതിന് വേറൊരു വാക്കുണ്ട്, ഇട്ട് കുടുക്ക് ചോറും കറിയും. ഈ മൂവാറ്റുപുഴത്തെ ആ ബാബാ തിരുമേനിയുള്ളപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, ഇട്ട് കുടുക്ക ചോറും കറികളും. പകിട 12 എൻ്റെ അപ്പം പറയുമായിരുന്നു. ഇതൊക്കെ ഭയങ്കര ആ സന്തോഷത്തിൽ ഒക്കെ പറയുന്ന വാക്കുകളാണ്. എന്നാൽ അങ്ങനെയുള്ളവർ ഓർത്തു സംഗതി കുഴപ്പത്തില്ല. അതുകൊണ്ട് ദൈവം എന്നെയും നിന്നെയും അംഗീകരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് പ്രസംഗത്തിൻ്റെ ചാതുര്യം കൊണ്ടല്ല, ആരാധനയുടെ ഒച്ച കൊണ്ടല്ല, അന്യഭാഷയുടെ നീളം കൊണ്ടല്ല,
ബൈബിൾ ക്ലാസ് കൊണ്ടല്ല, കാണിക്ക കൊടുത്തതിൻ്റെ പിന്നിലല്ല, ഇവിടെ പിരിവ് കൂട്ടി കൊടുത്തതിൻ്റെ പേരിലല്ല, പണ്ടാരാണ്ട് പറഞ്ഞ കണക്ക് പള്ളി പണിയിച്ച് കൊടുത്തതിൻ്റെ പേരിലല്ല, ഈ പറയുന്ന യാതൊരു കാര്യത്തിലുമല്ല. ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ മഹത്വവും പ്രാപിക്കാൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതകളാൽ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചു വരുവാൻ കഴിയും. ബാലശിക്ഷകളാൽ അവന്റെ വിശുദ്ധി തികയ്ക്കാൻ കഴിയും. അതെ, സുവിശേഷത്തിന്റെ രക്ഷാ ജീവിതത്താൽ യേശുവിന്റെ മഹത്വം പ്രാപിക്കാനായിട്ട് കഴിയും. ഇത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് വരുവാനുള്ള ലോകത്തിൽ നിത്യമായ പ്രതിഫലങ്ങൾ പ്രാപിച്ചും ദൈവത്തിന്റെ അംഗീകാരം പ്രാപിച്ചും മുമ്പോട്ട് പോകുവാൻ ഇതൊക്കെയും അനുവദിച്ചിരുന്നു. ദൈവത്തിന്റെ അംഗീകാരം കിട്ടുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. യേശുക്രിസ്തുവിന് പിതാവിൻ്റെ അംഗീകാരം കിട്ടി. 30 കൊല്ലത്തെ ജീവിതം കഴിഞ്ഞപ്പോൾ ആ സ്നാനമേറ്റ് ജോർദാൻ നദിയുടെ തീരത്ത് നിൽക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി, പുത്രൻ ഇവിടെ നിൽപ്പുണ്ട്, പിതാവിൻ്റെ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ. അതാണ് അംഗീകാരം. 3.5 കൊല്ലം തീരാറായപ്പോൾ താബോറിൻ്റെ കൊടുമുടിയിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് താൻ ഭാവിയിൽ പ്രാപിക്കാനിരിക്കുന്ന മഹത്വം അല്പനേരത്തേക്ക് ഒന്ന് തേജസ്കരിക്കപ്പെട്ട് പ്രാപിച്ചു. ആ ചരിത്രം നിങ്ങൾക്കറിയാം. അവിടെയും പുത്രൻ അവിടെയുണ്ട്, ആത്മാവിൻ്റെ അധിവാസം അവിടെയുണ്ട്. പിതാവ് സ്വർഗം തുറന്ന് പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. അപ്പോ 30-ാമത്തെ വയസ്സ് വരെയുള്ള രഹസ്യ പരസ്യ ജീവിതത്തിന്റെ അംഗീകാരം സ്നാനം കഴിഞ്ഞപ്പോൾ പിതാവ് വിളിച്ചു പറഞ്ഞു. 3.5 കൊല്ലത്തെ ജീവിതത്തിന്റെ അംഗീകാരം അതിന്റെ ശുശ്രൂഷയുടെ അവസാനത്തിൽ താബോറിന്റെ കൊടുമുടിയിൽ വെച്ചും പിതാവ് വിളിച്ചു പറഞ്ഞു. പ്രിയ ദൈവ പൈതലെ, രഹസ്യ പരസ്യ ജീവിതം പിതാവിന് പ്രസാദകരമായിരിക്കണം. എന്നാൽ അങ്ങനെ പിതാവിനെ പ്രസാദിപ്പിച്ച ഏകപുത്രന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇവിടെ ചിന്തിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10 കുഞ്ഞാടിന്റെ രക്തത്താൽ മിസ്രയീം വിട്ടവർ, ചെങ്കടൽ കടന്നവർ, മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തവർ, മന്നായും കാടപ്പക്ഷിയും ദൈവത്തിൽ നിന്ന് മേടിച്ച് തിന്നവർ, വെള്ളമില്ലാതെ നമ്മൾ കരിങ്കിൽ പാറയെ അടിച്ചു പൊളിച്ച് വെള്ളം കൊടുത്ത് പോഷിപ്പിച്ചവർ, ഇട്ട ഉടുപ്പ് പഴുകാതെയും അന്ന് കാലിലിട്ട് ചെരുപ്പ് തേയാതെയും 40 കൊല്ലം മരുഭൂമിയിൽ കൂടെ അത്ഭുതകരമായി വഴി നടത്തിയവർ, അവരാണ് ആത്മീയ ആഹാരം തിന്ന് ആത്മീയ പാനീയം കുടിച്ച് മോശയോട് ചേർന്നത്, ചെങ്കടൽ കടന്ന്. പക്ഷേ അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി. ദൈവം പ്രസാദിക്കാതിരുന്നാൽ ഈ മരുഭൂമിയിൽ പട്ടുപോകും. ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കേണ്ടി വരും. ഇതാണ് ദൈവത്തിന്റെ അംഗീകാരം. യോസേപ്പ് 2-ാം ഫറവോയായി മിസ്രയീമിലെ ആളുകൾ മുഴുവൻ അവന്റെ മുമ്പിൽ രഥത്തിന്റെ അടുക്കൽ മുട്ടുകുത്തിക്കുന്ന ഇവൻ എത്രേ ഇനി ഇവിടെ വാഴാൻ പോകുന്ന 2-ാം ഫറവോ, സിംഹാസനം കൊണ്ട് മാത്രം അവൻ വലിയവൻ, ഇവൻ ചെറുത്. ബാക്കി മിസ്രയീമിന്റെ അധികാരിയായിട്ട് ഈ 30 വയസ്സ് തികഞ്ഞ ചെറുപ്പക്കാരൻ മിസ്രയീമ്യ സിംഹാസനത്തിൽ കയറിയിരുന്നുവെങ്കിൽ നമ്മുടെ കർത്താവും ലോകത്തിൽ ഇരുന്നു കൊണ്ട് പിതാവായ ദൈവത്തിന് വേണ്ടി ലോകത്തെ ഭരിക്കുമ്പോൾ അവന്റെ വലഭാഗം ഇരിക്കാനുള്ള മഹത്തരമായ ഭാഗ്യത്തിലേക്കായി പാവപ്പെട്ടവരായി നമ്മെ കണ്ണുവെച്ചിരിക്കുന്നത്. മണ്ണെ പ്രതി മാണിക്യം വെടിയോ? അതല്ലേ പാട്ടുകാരൻ പറയുന്നത്, ഈ മണ്ണെ പ്രതി ഞാൻ ഈ മാണിക്യത്തെ വെടിയുമോ? വെടിയുകയില്ല. ലോക സുഖ സൗഭാഗ്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടെന്നെ മാടി വിളിക്കുമ്പോൾ മണ്ണെ പ്രതി മാണിക്യത്തെ വെടിയോ? വെള്ളത്തിൻ കുമിള പോലെ മിന്നി തിളങ്ങുന്ന ജഡീക സുഖങ്ങൾ. വെള്ളത്തിലൊരു കൊമള കണ്ടു, അടുത്ത പ്രാവശ്യം നോക്കുമ്പോഴത്തേക്കും കൊമള പൊട്ടിപ്പോയി. ജഡീക സുഖം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് എൻ പ്രിയനെ പോലെ സുന്ദരനായി ആരെയും ഞാൻ കാണുന്നില്ല, മേലാലും കാണുകയില്ല എന്ന് പറയുന്നത് ഈ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട്. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, മായമില്ലാത്ത വചനത്തെ പാനം ചെയ്തുകൊണ്ട്, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചും അത് ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ, ആഹാരം കഴിച്ചും അത് ദേഹീരക്ഷയോടുള്ള ബന്ധത്തിൽ, കട്ടിയുള്ള ആഹാരം കഴിച്ചും ഈ ലോകത്തിലെ ദേഹീരക്ഷ പൂർത്തീകരിക്കപ്പെടുന്നതിനോടുള്ള ബന്ധത്തിലും നാം വളർന്നു വരുവാൻ ഇടയാകണം. ഇപ്രകാരമുള്ള ഒരനുഭവമാണ് ദൈവം നമുക്കുണ്ടാകേണ്ടത്. ഇതിങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിലത്തെ കാര്യം നമുക്കൊന്ന് നോക്കാം. എബ്രായ ലേഖനം 10:38-39 വായിച്ചേ. ദേഹീരക്ഷ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഈ ലോകത്തിൽ വെച്ച് നടക്കുന്നില്ലെങ്കിൽ
എന്താണ് അതിൻ്റെ കാര്യമെന്ന് എബ്രായർ 10:38-39 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാ ജീവിക്കേണ്ടത്? എന്നാൽ സ്നാപക യോഹന്നാൻ വരെയുള്ള ആളുടെ ജീവിതം എങ്ങനെയായിരുന്നു? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അത് ചെയ്യുന്നവൻ, ന്യായപ്രമാണത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നവൻ അതിനാൽ ജീവിച്ചുകൊണ്ടിരിക്കും. അവിടെ പ്രവർത്തിച്ച് രക്ഷിക്കപ്പെടുകയാ, ഇവിടെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുകയാണ്. അതാണ് നമുക്ക് പ്രവർത്തിക്കാൻ വളരെ വ്യഗ്രതയാണ്. പ്രവർത്തിച്ചെങ്കിലേ മനസ്സമാധാനം ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനായിട്ട് നമുക്കും ആവേശം കൂടുതലാണ്. സമുദായക്കാരുടെ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് തെറ്റാന്ന് തോന്നുന്നുകൊണ്ട് നമ്മൾ വേറെ പ്രവൃത്തികൾ കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ബാക്കി വായിച്ചേ. അവന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പിന്മാറ്റത്തിലേക്ക് പോയാൽ എന്ത് സംഭവിക്കുമെന്നാ പറഞ്ഞത്? എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അതല്ല ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ പ്രസാദമില്ലാതെ പോകും. കർത്താവിന് പ്രസാദമില്ലാതെ പോയ ഇസ്രായേൽ ജാതിയെക്കുറിച്ച് ബുദ്ധിപദേശത്തിന് വേണ്ടി 1 കൊരിന്ത്യർ 10 എഴുതിയിരിക്കുകയാണ്. ഇത് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു, ബുദ്ധിപദേശത്തിനായിട്ട് നമുക്ക് എഴുതിയിരിക്കുന്നു. പിന്മാറുന്നു എങ്കിൽ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്മാറുന്നു എങ്കിൽ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ പിന്മാറുന്നുവെങ്കിൽ അവനിൽ എൻ്റെ ഉള്ളത്തിന് പ്രസാദമില്ല. ബാക്കി വായിച്ചേ. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികളോട് പറയുകയാണ്, നാമോ ഇങ്ങനെ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഈ ജീവരക്ഷ എന്ന് പറയുന്നത് എന്താ? നിങ്ങൾക്കിപ്പം ഇനി പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല എന്ന് പറയുമ്പോൾ എന്താ ഈ ജീവരക്ഷ? ദേഹീരക്ഷ. യഹോവയായ ദൈവം മൂതി ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ അതാണ് ജീവരക്ഷ, അതാ ദേഹീരക്ഷ. നോക്കിക്കേ, അതുകൊണ്ട് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പിന്മാറി നാശത്തിലേക്ക്, കർത്താവിൻ്റെ ഉള്ളത്തിന് പ്രസാദമില്ലാത്തവരുടെ നാശത്തിലേക്കല്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആത്മരക്ഷ പ്രാപിച്ചിട്ട് ദേഹീരക്ഷ പ്രാപിക്കാതിരിക്കുന്നവർക്ക് എന്തുണ്ട്? ഒരു നാശമുണ്ട്. നരകമല്ല, കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു നാശമുണ്ട്. അവർ നാശത്തിലേക്ക് പോകും. ഇനി ആ നാശം എന്നാന്ന് നമുക്ക് പിന്നെ പഠിക്കാം. നരകമല്ല, എന്നാൽ ഒരു നാശത്തിലേക്ക് പോകും. എന്നാൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച് പൂർത്തീകരിക്കുന്നവരെങ്ങോട്ട് പോകും? ജീവരക്ഷയുടെ അന്തത്തിലേക്ക് പോകും. ജീവരക്ഷയുടെ അന്തത്തിലെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ. ഈ വാക്കുകളൊക്കെ വെവ്വേറെ വിഷയമാണ്. നമുക്ക് ഈ രക്ഷ എന്ന് കാണുന്നതെല്ലാം ഒരൊറ്റ രക്ഷയിൽ നമ്മളിങ്ങ് പെടുത്തുന്നതുകൊണ്ടാണ് പോകുന്നത്. എല്ലാത്തിനും പനി എന്ന് പറയും. പക്ഷേ പനി തന്നെ എത്ര വിധമുണ്ടെന്ന് എനിക്കറിയാമല്ല, ഈ ഡോക്ടർമാർക്കറിയാം. മലമ്പനി ഇല്ലേ, വൈറൽ പനി, മഞ്ഞപ്പിത്തത്തിൻ്റെ പനി, എവിടെയെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായ അതിൻ്റെ പനി, എല്ലാം പനിയാ. ഇത് വെച്ച് ഈ പനിയുണ്ടോ എന്ന് നോക്കുമ്പോൾ എല്ലാം പനിയാ. പക്ഷേ എന്ത് പനിയാ? അത് അവരല്ലേ തിരിച്ചു തരുന്നേ, അല്ലേ? മലമ്പനിക്ക് ഇൻഫെക്ഷൻ്റെ മരുന്ന് കൊടുത്തോണ്ടിരുന്ന നടക്കുമോ? നടക്കത്തില്ല. സാധാരണ ഒരു ക്രോസിനോ അല്ലെങ്കിൽ ഒരു പാരാസെറ്റാമോളോ കഴിക്കുമ്പം അതിൻ്റെ എഫക്റ്റ് തീരുന്നിടം വരെ എന്ത് ചെയ്യും? എന്ത് പനിയായാലും മാറും. ഈ ശക്തി അങ്ങ് തീർന്നു കഴിയുമ്പോൾ പനി പിന്നെയും ഇരട്ടിക്കുന്നു. എന്നാൽ കൃത്യമായി പരിശോധിച്ച് എന്ത് കാരണത്താൽ പനി വന്നു, എന്തിൻ്റെ പനിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മരുന്ന് അവിടെ ചെല്ലുമ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? പനി കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ ഇത് വിശ്വസിച്ച് ഇങ്ങനെ പോകേണ്ടതാകുന്നത് മനസ്സിലാക്കുക. അടുത്തത് ഏറ്റവും പരിചിതമുള്ളതും എന്നാൽ ഇന്ന് വരെ വേണ്ടുമണ്ണം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ വേദഭാഗത്തിലേക്ക് വരാം. 1 കൊരിന്ത്യർ 3:10 മുതൽ 15 വരെ. അതുകൊണ്ട് എബ്രായർ 10:38-39 എന്ന് പറയുന്ന ആ വേദഭാഗങ്ങൾ ദേഹീരക്ഷ പ്രാപിക്കുന്നവരുടെയും പ്രാപിക്കാത്തവരുടെയും അനന്തര ഫലങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 1 കൊരിന്ത്യർ 3:10 മുതൽ 15 വരെ വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. മരം, പുല്ല, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിർത്തുമെങ്കിൽ അതിന് പ്രതിഫലം
പ്രവൃത്തി വെന്തു പോകുന്നവന് ഛേദം വരും. ആ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ. പ്രതിഫലത്തിൻ്റെ ന്യായാസനത്തിൽ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ മരിച്ച അന്ന് വരെയോ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് ജീവനോട് ഇരുന്നിട്ട് മരിക്കാതെ രൂപാന്തരപ്പെട്ട് പോകുകയോ ചെയ്താൽ യേശുവിൻ്റെ വരവ് വരെയും ഉള്ള മുഴുവൻ ജീവിതത്തെയും, രഹസ്യപരസ്യ ജീവിതത്തെ മുഴുവൻ എ മുതൽ ഇസഡ് വരെ ഉള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ തീയാ കൊണ്ടാ പരിശോധിക്കുന്നത്, തീ തന്നെയാ ശോധന ചെയ്യുന്നത്, തീ കൊണ്ടാണ് കത്തിക്കുന്നത്. മരം പുല്ല് വൈക്കോലിന് തുല്യമായതെല്ലാം കത്തി ചാരമായി തീരും, അത് പിന്നെ കാണത്തില്ല, ഒരു പിടി ചാരം. എന്നാൽ പൊന്നവെള്ളി വിലയേറിയ കല്ലുകൊണ്ട് പണിതിരിക്കുന്നത് മുഴുവൻ അതും തീയുമായിട്ട് കൂടിയാൽ എന്ത് സംഭവിക്കും? പൊന്നും തീയുമായിട്ട് കൂടിയാൽ എന്ത് സംഭവിക്കും? ആരാ തോറ്റുപോകുന്നേ? തീയാ തോറ്റുപോകുന്നേ. തീ ആദ്യം തോന്നും, ഞാനാകുന്ന തീയിലിട്ട് ഇവനെ കത്തി ഉരുക്കി 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 എന്നൊക്കെ തോന്നും. സംഗതി ശരിയാ. പക്ഷേ ഓരോ തീയിൽ കിടന്ന് ഉരുകും തോറും ഇവൻ മാറ്റുള്ളതായിട്ട് വരുക, പൊന്നിൻ്റെ മാറ്റ് കൂടി വരുക. അവൻ്റെ എന്താ അവൻ്റെ മാറ്റെന്നുള്ള എനിക്ക് മറ്റൊരു പദം എനിക്ക് അവൻ്റെ പൊന്നിൻ്റെ ശോഭ, പൊന്നിൻ്റെ വില, പൊന്നിൻ്റെ ക്വാളിറ്റി ഇല്ലേ, ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. മാറ്റ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. നിങ്ങൾക്കറിയാമോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വർണമുണ്ട്, തങ്കമുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. തങ്കത്തിൽ കുറെ ചെമ്പും കൂടെ ചേർക്കുമ്പോൾ എന്തായിട്ട് മാറും? സ്വർണമായിട്ട് മാറും. ഇങ്ങനെയൊക്കെ ഇവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിൽ സ്വർണമുണ്ട്, അത് പറഞ്ഞ് അവസാനം പിതാവായ ദൈവത്തിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് വർണ്ണിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ശുക്ല സ്വർണമെന്നാണ്. ആ സ്വർണത്തിൻ്റെ പേരെന്താ? യഹസ്കേൽ